നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വെൻ എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇൻ മലയാളം അനാവശ്യ സ്വാധീനം. അപ്പം അനാവശ്യ സ്വാധീനം ഉപയോഗിച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയണം. പിന്നെ വെൻ എ പാർട്ടി ഈസ് ഡീംഡ് ടു ബി ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് അനദർ. അതായത് മറ്റൊരാളെ ഒരു കാര്യത്തെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരാൾ ആരായിരിക്കും? എപ്പോഴും ഡോമിനേറ്റഡ് പൊസിഷനിലുള്ള ആളായിരിക്കും എപ്പോഴും ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക ചെറിയ പൊസിഷനിലുള്ള ആളെ. അപ്പോൾ അങ്ങനെ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനുള്ള ആൾ ആ ഒരു പൊസിഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോസും എംപ്ലോയിയും, മാസ്റ്ററും സെർവൻറ്റും. അപ്പോൾ മാസ്റ്ററിൻ്റെ പൊസിഷൻ ഡോമിനേറ്റഡ് ആണല്ലോ. ഡോമിനേറ്റഡ് പൊസിഷൻ ഉള്ളതുകൊണ്ട് മാസ്റ്റർ പറയുന്നതിന് കാര്യത്തിനോട് സെർവൻറ്റിന് മാസ്റ്റർക്ക് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും സെർവൻറ്റിൻ്റെ ഡിസിഷനോട്. ഓക്കെ, അപ്പം മാസ്റ്റർ അങ്ങനെ അനാവശ്യ കാര്യങ്ങൾ മാസ്റ്ററുടെ ആ ഒരു അതോറിറ്റി, ആ ഒരു അധികാരം വെച്ച് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. അപ്പം ഒരു പാർട്ടി മറ്റൊരാളുടെ ഇഷ്ടത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള സ്ഥാനത്താണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് എപ്പോഴാണ് ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയുടെ വില്ലിനെ ഒരു ഡോമിനേറ്റഡ് പൊസിഷൻ വെച്ചിട്ട് പ്രേരിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടത്തിക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ സെക്ഷൻ 16 ആണ് പറയുന്നത്. സെക്ഷൻ 15 ആണെങ്കിലോ കോർഷനെ പറ്റിയിട്ടാണ്. അപ്പം അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 16 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ, അനാവശ്യമായൊരു സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടിച്ചതെങ്കിൽ, where the relations subsisting between the parties are such that one of the parties is in a position to dominate the will of the other and he uses that position to obtain an unfair advantage over the other. അപ്പം അങ്ങനെ where the relations subsisting between the parties, ആ പാർട്ടീസ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ are such that one of the parties is in a position to dominate the will of the other. ഒരു പാർട്ടി എന്തായാലും വലിയൊരു പൊസിഷനിലായിരിക്കും ആ ചെറിയ പാർട്ടിനേലും. അപ്പം ആ ആക്രമിക്കപ്പെടുന്ന പാർട്ടിനേലും അല്ലെങ്കിൽ എഫക്റ്റഡ് ആവുന്ന പാർട്ടിനേലും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളായിരിക്കും ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾ. അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പൊസിഷനായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. ആൻഡ് ഹീ യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദി അതർ. അങ്ങനെ ആ ഒരു പൊസിഷൻ അദ്ദേഹം അന്യായമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഫ്രീ ആയിട്ടുള്ള ഒരു കൺസെൻറ്റിലല്ലാതെ, ഫ്രീ ആയിട്ടുള്ള ഒരു സമ്മതത്തിൽ അല്ലാതെ സമ്മർദ്ദം മൂലം മറ്റൊരു പാർട്ടിയെ നിർബന്ധിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ ഇഷ്ടമില്ലാതെ തന്നെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തിപ്പിക്കുന്നതാണ് ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണിത്. അപ്പോൾ ഇതിൽ ഒന്നും കൂടെ ഞാൻ വായിക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 16 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് ഒരു കോൺട്രാക്റ്റിന്, ഒരു കരാറിനെ പറയണമെങ്കിൽ, സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് പറയണമെങ്കിൽ അവിടുത്തെ ആ ബന്ധം എങ്ങനെയായിരിക്കും എന്ന് അറിയുമ്പോൾ ദ റിലേഷൻ സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ റിലേഷൻസ് എക്സിസ്റ്റിംഗ് എന്നൊക്കെ പറയില്ല, അതുപോലെ റിലേഷൻസ് സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആർ സച്ച് ദാറ്റ് എങ്ങനെയാണെന്നറിയോ, വൺ ഓഫ് ദ പാർട്ടീസ് ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദി അതർ. അപ്പം ഏതെങ്കിലും ഒരു പാർട്ടി എന്തായാലും മറ്റൊരു പാർട്ടിനേക്കാളും സുപ്പീരിയർ ആയിരിക്കും, ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദി അതർ ആൻഡ് ഹി യൂസസ് ദാറ്റ് പൊസിഷൻ. ഇപ്പോൾ മാനേജറും അതുപോലെ തന്നെ വേറൊരു കീഴിൽ വർക്ക് ചെയ്യുന്നൊരു വർക്കറാവാം. അപ്പം ഹീ യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദി അതർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ കരുവാക്കി മാറ്റുന്നത്, അതായത് ആ ഒരു ചെറിയ പൊസിഷനിൽ നിൽക്കുന്ന ആളെ കരുവാക്കി മാറ്റില്ലേ. അപ്പം
അതുതന്നെയാണ് ഹി യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദി അതർ. He uses that position to obtain an unfair advantage over the other. ഇനി നെക്സ്റ്റ് ആണ് he uses the position to obtain an unfair advantage over the other. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ. അപ്പം ആ ഒരു കാര്യമാണ് ചോദിച്ചതല്ലേ. അപ്പം എപ്പോഴാണ് ഒരാൾ ഇന്ന പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ, മറ്റൊരാളെ കരുവാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൊസിഷൻ എപ്പോഴാണ് ഒരാൾക്ക് കിട്ടുക, ആരാണ് ആ ആൾ എന്നാണ് ചോദ്യം. സോ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വില്ലായിട്ടുള്ള ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് എക്സിസ്റ്റ് ഇൻ സച്ച് എ മാനർ ദാറ്റ് വൺ ഓഫ് ദം ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദി അതർ ആയിരിക്കും. എ പേഴ്സൺ ഈസ് ഡീംഡ് ടു ബി ഇൻ സച്ച് പൊസിഷൻ ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പം ഈ പറയാൻ പോകുന്ന ഈ സർക്കംസ്റ്റാൻസസിൽ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഡീംഡ് ടു ബി ഇൻ സച്ച് എ പൊസിഷൻ. ആ ഒരു ഡോമിനേറ്റഡ് പൊസിഷനിലുള്ള ആളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം റിയൽ ആൻഡ് അപ്പാരൻറ്റ് അതോറിറ്റി, അത് ശരിക്കും അദ്ദേഹത്തിന് അധികാരമുള്ള ഒരു ജോബാവാം, ശരിക്കും റിയൽ ആൻഡ് അപ്പാരൻ്റ് ആയിട്ടുള്ള അതോറിറ്റി. അപ്പം വേറെ പേഴ്സൺ ഹോൾഡ്സ് എ റിയൽ അതോറിറ്റി ഓവർ ദി അതർ, ശരിക്കും ഒരു അധികാരം ശരിക്കുമുള്ള ഒരാളായിരിക്കും ഓവർ ദി അതർ, ആസ് ദ കേസ് ഓഫ് മാസ്റ്റർ ആൻഡ് സർവൻറ്റ്, അതുപോലെ തന്നെ ഡോക്ടർ ആൻഡ് പേഷ്യൻ്റ് എക്സെട്ര. അപ്പം ഏറ്റവും കൂടുതൽ അധികാരം, റിയലായിട്ട് അധികാരം ഉള്ളൊരു പേഴ്സൺ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അപ്പം ഡോക്ടർക്കും പേഷ്യൻറ്റും തമ്മിൽ എന്തും ഡോക്ടർ പറയുന്നത് പേഷ്യൻ്റ് കേൾക്കും അല്ലേ, അതുപോലെ തന്നെ മാസ്റ്റർ പറയുന്നത് എന്തും സെർവൻറ്റ് കേൾക്കും അല്ലേ. അപ്പം ഹി യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ എൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദി അതർ ആണെങ്കിലാണ് പ്രശ്നമാവുക, അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആവുക. അതുവരെ അവർ തമ്മിലുള്ള അതോറിറ്റിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ആണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, വേർ റിലേഷൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, അതായത് ഒരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട്. സച്ച് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ. അതായത് ഒരു ഫാദറിനൊരു മോനോടുള്ളൊരു കോൺഫിഡൻസും ട്രസ്റ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ സോളിസിറ്റർ ആൻഡ് ക്ലൈൻറ്റ്, ലോയറും അതുപോലെ തന്നെ ആ ഒരു ക്ലൈൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അപ്പം കുറച്ചും കൂടെ ഹയർ പൊസിഷനിലുള്ള ആൾക്ക് ഈ ലോവർ പൊസിഷനിലുള്ള ആളുടെ വില്ലിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ക്രെഡിറ്ററും ഡെപ്റ്ററും, അപ്പോൾ ക്രെഡിറ്റർ പൈസ കൊടുത്തതുകൊണ്ട് കുറച്ച് ഹയർ പൊസിഷനല്ല ആൾക്കുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെപ്റ്ററെ ഈ ചില കാര്യങ്ങൾ പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഒരു അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അയാൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിലാണ് അത് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ പെടുന്നത്. അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മറ്റൊരാളിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് അൺഡ്യൂ ഇൻഫ്ലുവൻസിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുമ്പോൾ അത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് മെൻ്റൽ ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ വേർ റിലേഷൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട്. അപ്പം അതായത് ഈ പാർട്ടീസ് തമ്മിൽ ഒരു കോൺഫിഡൻസും ട്രസ്റ്റും ഓൾറെഡി ഉള്ളതായിരിക്കും. ലൈക്ക് ക്രെഡിറ്ററും ഡെപ്റ്ററും ഫാദറും സണ്ണും ഹസ്ബൻഡും വൈഫും ഒക്കെ ഉള്ള പോലെ ഒരു കോൺഫിഡൻസും ട്രസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും ഓൾറെഡി. ഓക്കെ, പിന്നെ അതാണ് പറഞ്ഞത് വെൻ റിലേഷൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട്. ഇപ്പോൾ ക്രെഡിറ്ററും ഡെപ്റ്ററും ആണെങ്കിൽ ക്രെഡിറ്റർക്ക് എന്തായാലും ആ ഒരു പൈസ തിരിച്ച് ഡെപ്റ്ററെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം, ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട്. സച്ച് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ, സോളിസിറ്റർ ആൻഡ് ക്ലൈൻറ്റ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. സച്ച് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? സോളിസിറ്റർ ആൻഡ് ക്ലൈൻറ്റ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. പിന്നെ മെൻ്റൽ ഡിസ്ട്രെസ്, അപ്പം ആ ഒരു സമയത്തും ഇങ്ങനെ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വില്ലായിട്ട് നിൽക്കുന്ന സമയമാണെന്നാണ് പറഞ്ഞത്. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ ടു ഗെറ്റ് ഹിസ് കൺസെൻറ്റ്. ഒരു സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ സമ്മതം മേടിക്കാൻ പറ്റിയ ഒരു കോൺട്രാക്റ്റിലേക്ക് വേർ ദ മെൻ്റൽ കപ്പാസിറ്റി ഓഫ് ദ പേഴ്സൺ ഇസ് ടെമ്പററിലി
വെറും ടെമ്പററിലി എന്തായിരിക്കും ഓർ പെർമനൻ്റ്ലി, ഒന്നില്ലെങ്കിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ്ലി എഫക്റ്റഡ് ബൈ ദ റീസൺ ഓഫ് മെൻ്റൽ ഓർ ബോഡി ഡിസ്ട്രെസ്. ഒന്നില്ലെങ്കിൽ മെൻ്റൽ അല്ലെങ്കിൽ ബോഡീൻ്റെ ഡിസ്ട്രെസ് കാരണം പെർമനൻ്റ്ലി അല്ലെങ്കിൽ ടെമ്പററിലി എന്തെങ്കിലും പരിക്കേറ്റ ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ ഡിസ്ട്രെസ്സിലുള്ള ഒരാളുടെ, ഇൽനെസ്സിലുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഓൾഡ് ഏജ് കാരണം അങ്ങനെ മൂവ് ചെയ്യാൻ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള ഒരാളുടെ സമ്മതപ്രകാരമല്ലാതെ, ഫ്രീ കൺസെൻ്റ് ഒന്നും ഇല്ലാതെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ഹയർ പൊസിഷനിലുള്ള ആൾ, ഇപ്പം ഇവിടെ ഈ അതോറിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഡോക്ടറും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള അതോറിറ്റി അല്ല, ഡോക്ടറും പേഷ്യൻറ്റും പോലെ ടീച്ചറും സ്റ്റുഡൻറ്റും പോലെയുള്ള ഒരു റിയൽ ആൻഡ് അപ്പാരൻ്റ് അതോറിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹയർ പൊസിഷൻ എങ്ങനെയാണ് അയാൾക്ക് കിട്ടുന്നത്? ഹൈ പൊസിഷൻ കിട്ടുന്നത് അയാളുടെ ആ ഒരു ഹെൽത്തിൽ നിന്നാണ്. ഹെൽത്ത് ഇല്ലാത്ത ഒരാളെ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ കൺസെൻറ്റ് എടുക്കാനായിട്ട് പറ്റും കോൺട്രാക്റ്റിലേക്ക്. അതായത് ഇപ്പോൾ വീൽ ചെയറിൽ അനങ്ങാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഹെഡ് ആണെങ്കിൽ അയാളെ കൊണ്ട് ബലം പ്രയോഗിച്ചൊക്കെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തി തമ്പ് പ്രിൻ്റൊക്കെ മേടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും പ്രശ്നം പറ്റി, ഇത് കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു, പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ മെൻ്റലി ഒരു പ്രശ്നം പറ്റി, അപ്പോൾ ആ ഒരു ഇത് കണക്കിലെടുത്തുകൊണ്ട് ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടി ആ ആളുടെ കയ്യിലുള്ള അസറ്റുകളൊക്കെ മറ്റുള്ള ഫാമിലി വേറൊരു മെമ്പറുടെ പേരിലേക്ക് ആക്കുന്നു, അപ്പോൾ ആളുടെ സമ്മതം ഇല്ലാണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയി മാറുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ ടു ഗെറ്റ് ഹിസ് കൺസെൻറ്റ് ഓൺ എ കോൺട്രാക്ട് where the mental capacity of the person is temporarily or permanently affected by the reason of mental or bodily distress, ഇൽനെസ് ഓർ ഓഫ് ഓൾഡ് ഏജ് കാരണം ഓൾറെഡി അദ്ദേഹം എഫക്റ്റഡ് ബൈ ദ റീസൺ ഓഫ് മെൻ്റൽ ഓർ ബോഡിലി ഡിസ്ട്രെസ്, ഇൽനെസ് ഓർ ഓഫ് ഓൾഡ് ഏജ് കാരണം, വയസ്സായത് കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ, ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ഹെൽത്തിൽ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് നിയമപ്രകാരം അത് തെറ്റാണ്, അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇനി നെക്സ്റ്റ് ആണ് അൺകോൺഷ്യനബിൾ ബാർഗെയിൻസ് എന്ന് വെച്ചാൽ വേർ വൺ ഓഫ് ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദി അതർ. അതായത് ഒരാളുടെ പൊസിഷൻ ഹയർ ആയിരിക്കും, മറ്റൊരാളുടെ വില്ലിനെ സ്വാധീനിക്കാൻ മാത്രമുള്ള ഒരു ഹയർ പൊസിഷൻ ഉണ്ടായിരിക്കും. അപ്പം ദ കോൺട്രാക്ട് ഈസ് അപ്പാരൻ്റ്ലി അൺകോൺഷ്യനബിൾ, അൺഫെയർ, അതായത് ന്യായമില്ലാത്തത് തന്നെയാണ് ആ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരാളെ കറക്റ്റാണല്ലോ, അതായത് ഒരാളെ കോൺഷ്യസ്ലി അയാൾ ഇഷ്ടത്തോടു കൂടിയല്ലല്ലോ അതിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അപ്പോൾ അതൊരു അൺഫെയർ, ന്യായമില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. കുറച്ച് ഹയസ്റ്റ് അതോറിറ്റി ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരാളങ്ങനെ നിർബന്ധിച്ചൊന്നും ഒരിക്കലും ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്താൻ പാടില്ല. അതും ഇങ്ങനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അൺഫെയർ ആയിട്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല. ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ബൈ ലോ ദാറ്റ് ദ കൺസെൻറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതൊരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. കാരണം ഇപ്പം മണി ലെൻഡറിൻ്റെ കേസിലൊക്കെയാണ് കൂടുതൽ അങ്ങനെ വരിക. മറ്റൊരു പാർട്ടി ഒരു ഡിസഡ്വാൻറ്റേജിൽ പൊസിഷനിലാണ് ഉള്ളത്, കാരണം ഇപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പം വൺ സൈഡഡ് എഗ്രിമെൻ്റ് പോലെ ഈ ഒരു മണി ലെൻഡർ പറയുകയാണ് ഇത്ര രൂപ പലിശ വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിലേക്ക്, അത്രയും വലിയൊരു പലിശയായിട്ടുള്ള കോൺട്രാക്റ്റിലേക്ക് അങ്ങനെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ആയിരിക്കും കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടാവുക. അതൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഗിഫ്റ്റുകളിലും അങ്ങനെ കാണാം, വലിയൊരു ഗിഫ്റ്റൊക്കെ ഓഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഗിഫ്റ്റ് കൊടുത്ത ആളൊരു ഹയർ പൊസിഷനിലായിരിക്കുമല്ലോ, അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് ആ ഒരു സിമ്പതിയിൽ ആളെ കൊണ്ട് ആ ഒരു കോൺട്രാക്റ്റിലൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും അപ്പോൾ ഉണ്ടാവുക. അപ്പം എന്ത് പറഞ്ഞാൽ കേൾക്കും എന്നുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ ആ ഒരു രീതിയിൽ അൺഫെയർ ആയിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതാണ് അൺകോൺഷ്യനബിൾ ബാർഗെയിൻസ്. അപ്പം അതാണ് അൺകോൺഷ്യനബിൾ ബാർഗെയിൻസിൽ ഉൾപ്പെടുന്നത്. പിന്നെ വിലപേശുന്നതിനെയാണ് ആക്ച്വലി ഇങ്ങനെ പറഞ്ഞത്, അവിവേകമായ വിലപേശൽ എന്നൊക്കെ മലയാളത്തിൽ പറയും.
അതായത് ഒരു ദയന്താക്ഷനെ ഇല്ലാതെ ഇങ്ങനെ വിലപേശും. Once again, where one of the parties to a contract is in a position to dominate the will of the other and the contract is apparently unconscionable. Okay. അൺഫെയർ ആയിരിക്കും. അൺകോൺഷനബിൾ ഹിയർ മീൻസ് അൺഫെയർ ആയിരിക്കും, ന്യായമില്ലാത്ത രീതിയിൽ, ഇങ്ങനെ ഒരു ദയന്താക്ഷന് ഇല്ലാത്ത രീതിയിലായിരിക്കും. ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ബൈ ലോ ദാറ്റ് കോൺസെൻറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺകോൺഷനബിൾ ബാർഗെയിൻസ് ആർ വിറ്റ്നസ്ഡ് മോസ്റ്റ്ലി ഇൻ മണി ലെൻഡിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻ ഗിഫ്റ്റ്സ്. എപ്പോഴും ഈ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺകോൺഷനബിൾ ബാർഗെയിൻസ് ആർ വിറ്റ്നസ്ഡ് മോസ്റ്റ്ലി ഇൻ, കാണപ്പെടുന്നത്, വിറ്റ്നസ്ഡ് മീൻസ് കാണപ്പെടുന്നത്, മോസ്റ്റ്ലി ഇൻ മണി ലെൻഡിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻ ഗിഫ്റ്റ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മൈ ക്ലാസ്സസ്.